പെട്ടെന്ന് സ്കിൻ ബ്രൈറ്റ് ആവാൻ അതുപോലെ തന്നെ ഗ്ലോ കിട്ടാനായിട്ട് ഒരു അടിപൊളി ഫേസ് ക്രീം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ. എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. വെൽക്കം ബാക്ക് ടു നിറ്റ്സ് ബൈ ഷൈന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു ഫേസ് ക്രീമാണ് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്, കാരണം ഇത് നല്ല റിസൾട്ടാണ്. നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കണം, നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഫേസ് ക്രീമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താം. ഒരുപാട് പേര് ഗൾഫിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പല രീതിയിൽ വൈറ്റനിങ് ക്രീം അങ്ങനത്തെ ക്രീമുകൾ കൊണ്ടുവന്നിട്ട് അത് ഉപയോഗിച്ച് സ്കിൻ കംപ്ലീറ്റ് ഡാമേജ്ഡ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ ഇപ്പോൾ എനിക്ക് അറിയാം. സോ ഞാൻ അതിന് മുമ്പേ പല വീഡിയോസിലും ഞാൻ പറയാറുണ്ട്, വൈറ്റനിങ് ക്രീമുകളൊന്നും ദയവ് ചെയ്ത് പെട്ടെന്ന് വെളുക്കും ഇത് ഉപയോഗിക്കൂ എന്ന് പറഞ്ഞ് ഇത് പെട്ടെന്ന് ബ്രൈറ്റ് ആവുമെന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങളത് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള അതെല്ലാം തന്നെ ഭയങ്കര ഹാർഷായിട്ടുള്ള കെമിക്കലാണ്. ഒരു കാരണവശാലും ഇതുപോലത്തെ ക്രീമുകൾ ദയവ് ചെയ്ത് ഒഴിവാക്കിയിട്ട് പ്രോപ്പർ സ്കിൻ കെയർ ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലെ കാരണം ഒത്തിരി പേരുടെ സ്കിന്ന് ഡാമേജ് ആയിട്ടുണ്ട്, ഒത്തിരി പ്രശ്നങ്ങൾ. കാരണം നല്ല രീതി ഞാൻ എല്ലാ വീഡിയോസിലും പറയും, വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ള അവസ്ഥയിൽ ഒരുപാട് പേര് ഇപ്പോൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും അത് ഓർമ്മിപ്പിക്കുവാണ്. ഒരു കാരണവശാലും നിങ്ങളിതുപോലത്തെ വൈറ്റനിങ് ക്രീമുകളോ ഒരു രീതിയിലുള്ള ക്രീമുകളും കൊണ്ടുവന്ന സ്കിൻ പെട്ടെന്ന് ബ്രൈറ്റ് ആവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രീം ആരെങ്കിലും കൊണ്ട് തന്നെന്ന് വെച്ചിട്ട് പുറത്തുനിന്നൊക്കെ ആരെങ്കിലും ഗൾഫിൽ നിന്നോ പുറത്തുനിന്നൊക്കെ വരുമ്പോൾ ഇത് നല്ല ക്രീമാണ് കേട്ടോ ഇത് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് നമ്മളുടെ സ്കിന്നിനെ അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പോലും അറിയാതെ നമ്മൾ അതെടുത്ത് അപ്ലൈ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. സോ അങ്ങനെയുള്ളതൊക്കെ മാക്സിമം ഒഴിവാക്കുക കേട്ടോ. നമുക്ക് നാച്ചുറലായിട്ട് ഞാൻ ഇന്ന് പറഞ്ഞുതരാം. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഉലുവ കുറച്ചെടുക്കുക. ഉലുവ ഒരു സ്പൂൺ എടുക്കുക, അതൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു കപ്പ് വെള്ളം, അതായത് ഒരു കപ്പല്ല ഒരു ഹാഫ് കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കുക. പാൻ വെച്ച് ഒന്ന് തിളപ്പിക്കുക. ചെറിയ മീഡിയം ഇതിലിട്ടിട്ട് വേണം തിളപ്പിക്കാനായിട്ട്. അതിലേക്ക് നമ്മളുടെ ഈ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളുടെ ഈ ഉലുവപ്പൊടി ഒന്ന് നന്നായിട്ട് അതിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിന് ഹാഫ് കപ്പ് എടുത്താൽ മതി, ഒരു സ്പൂണേ നമ്മളിവിടെ പൗഡർ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാഫ് കപ്പ് എടുക്കുക. ദെൻ അതിലേക്ക് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മളുടെ സ്കിൻ ബ്രൈറ്റ് ആക്കുന്നത് നമ്മളുടെ കസ്തൂരി മഞ്ഞൾ ഉണ്ടല്ലോ, നമുക്ക് ആയുർവേദിക് ഷോപ്പിലെല്ലാം തന്നെ മേടിക്കാൻ കിട്ടും കസ്തൂരി മഞ്ഞൾ. അതെടുക്കുക, അതൊരു 1/4 ടീസ്പൂൺ എടുക്കുക. അത് നമ്മൾ ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 3 മുതൽ 5 മിനിറ്റ് വരെ ഇതൊന്ന് ബോയിൽ ചെയ്യുക. നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ. 3 to 5 മിനിറ്റ് വരെ ഇത് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കുക, ഒന്ന് തണുക്കട്ടെ, ഒന്ന് ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് നമ്മൾ സ്റ്റെയിൻ ചെയ്യുക. ഇതൊന്ന് അരച്ച് എടുക്കുക. അതിന് ഇതെല്ലാം ഒന്ന് പോയി കിട്ടാനായിട്ട് ഒന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കുക. എന്നതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. അതിലേക്ക് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ പ്യുവറായിട്ടുള്ള നമ്മുടെ അലോവേറ എടുക്കുക. മനസ്സിലായി? അലോവേറ ഒരു സ്പൂൺ നമുക്ക് അതിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ള ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അലോവേറ അപ്പോൾ ഒരു സ്പൂൺ നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും അവസാനം വീണ്ടും നമ്മൾ കസ്തൂരി മഞ്ഞൾ ഒരു 1/4 സ്പൂൺ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. നല്ലൊരു എന്താ പറയുക ഫേസ് മാസ്കാണ്, ഫേസ് ക്രീമായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു കാര്യം കൂടെ എനിക്ക് പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മൾ ഈ വെള്ളം സ്റ്റെയിൻ ചെയ്തെടുത്തിട്ട് ആ വെള്ളം ഒരു സ്പൂണാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. അതും കൂടി പോകരുത്, പിന്നെ അത് ഭയങ്കര വെള്ളം പോലെ ആയിപ്പോൾ. അതുകൊണ്ട് ഒരു സ്പൂണാണ് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെള്ളം എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഉലുവപ്പൊടിയും കസ്തൂരി മഞ്ഞളൊക്കെയാണ് വരുന്നത്. ഇത് ഹാഫ് കപ്പ് നമ്മളത് ബോയിൽ ചെയ്ത് നല്ലപോലെ ഇതാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ തന്നെ അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. അതൊന്ന് സ്റ്റെയിൻ ചെയ്തിട്ട് ഒരു സ്പൂൺ എടുത്താൽ മതി. ഒരു സ്പൂണിലേക്കാണ് നമ്മൾ ഒരു സ്പൂൺ നമ്മൾ അലോവേറ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വീണ്ടും നമ്മൾ ഏറ്റവും അവസാനം വീണ്ടും നമ്മൾ 1/4 സ്പൂൺ കസ്തൂരി മഞ്ഞൾ ഒന്നുകൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അലോവേറ എടുക്കുമ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, എന്നാലും ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി വീണ്ടും പറയാം, അലോവേറ എപ്പോഴും ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഒരു കാരണവശാലും ഗ്രീൻ കളറോ അങ്ങനെ എന്തെങ്കിലും കളർ ആഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് കറക്റ്റ് അല്ല, അത് ഫേക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളത് എടുക്കരുത് കേട്ടോ. നാച്ചുറലായിട്ട് എടുക്കുകയാണെങ്കിൽ എടുക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് നോക്കിയിട്ട്, അതേ വൈറ്റ് കളറായിരിക്കണം എപ്പോഴും അലോവേറ, അത് നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ശരിക്കും അതൊരു ഫേസ് ക്രീമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഫേസ് ക്രീം പോലെ തന്നെ ആയിരിക്കും വരിക. ഇത് ആക്ച്വലി നമുക്ക് നല്ല റിസൾട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി കിടക്കുമ്പോൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് കിടക്കുവാണെങ്കിൽ
നല്ലതാണ്. പക്ഷേ നമുക്കത് എല്ലാവർക്കും അത് അത്രയും കംഫർട്ടബിൾ അല്ല അല്ലേ, രാത്രി അത് ഇട്ട് കിടക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഫേസ് പാക്കായിട്ട് തന്നെ ഇടുക. നമ്മൾ ഫേസ് ക്രീമായിട്ട് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും, എല്ലാവർക്കും കംഫർട്ടബിൾ ആയിരിക്കില്ല. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പാക്ക് ഒരു 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമുക്കിത് റിമൂവ് ചെയ്യാം കേട്ടോ, വാഷ് ചെയ്ത് കളയാം. അങ്ങനെയും നമുക്ക് പാക്കായിട്ടും എടുക്കാം, അല്ലെങ്കിൽ നൈറ്റ് ക്രീമായിട്ടും എടുക്കാം. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഒരുപാട് പേരുടെ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, മാം ഞങ്ങൾ CTM ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നവർക്ക് ഇത് ചെയ്യാൻ പാടുമോ? സ്കിൻ കെയർ ചെയ്യുന്നവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊരു പാക്കായിട്ട് നമ്മൾ എടുത്താൽ മതി കേട്ടോ. ഏതെങ്കിലും നമ്മൾ ഡേ ടൈമിലോ നമുക്ക് ഏതാണോ ടൈം കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു ടൈമിൽ നമുക്കിത് പാക്കായിട്ട് എടുക്കാവുന്നതാണ്. ഇത് ആഴ്ചയിൽ 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ ചെയ്താലും ഒരു കുഴപ്പമില്ല. ഡെയിലി വേണമെങ്കിൽ നമുക്കിത് ചെയ്യാവുന്ന സംഭവമാണ്. കാരണം ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു രീതിയിലുള്ള കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല, ഹാർഷായിട്ടുള്ള കെമിക്കലോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ എന്ത് പാക്ക് ചെയ്യുമ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് കൊടുത്തതിന് ശേഷം ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു സൈഡിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഒന്ന് പാച്ച് ടെസ്റ്റ് കൊടുക്കുക, ദെൻ അതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ നല്ല റിസൾട്ടായിരിക്കും. കാരണം എല്ലാ സ്കിന്നിനും, ഈവൻ ചിലപ്പോൾ അലോവേര പോലും എല്ലാ സ്കിന്നിനും നമുക്ക് സ്യൂട്ടായെന്ന് വരില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൽ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ ആ സമയത്ത് അയ്യോ മാം പറഞ്ഞു തന്നല്ലോ ഞങ്ങളത് അങ്ങനെയല്ല. ഞാൻ ഇപ്പോഴും ഓരോ പാക്ക് പറയുമ്പോഴും ഞാൻ പറയാറുണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യണം എന്നുള്ളത്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളിലും അത്രയും കറക്റ്റ് നോക്കിയിട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കതെല്ലാം ടെൻഷനാണ്. അതുകൊണ്ടാണ് ഞാനത് കറക്റ്റായിട്ട് വീണ്ടും ചില കാര്യങ്ങൾ ഞാൻ ഒരു കാര്യം 10 പ്രാവശ്യം ഞാൻ തന്നെ പറഞ്ഞു എന്നിരിക്കും. ഭയങ്കര കമൻറ്റൊക്കെ ഉണ്ട്, എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് എന്നുള്ളത്. സോ എനിക്ക് അങ്ങനെ ആയിപ്പോയി, ഞാൻ അങ്ങനെ ശീലിച്ചു പോയി. എനിക്ക് പറഞ്ഞത് തന്നെ വീണ്ടും കാരണം ഞാൻ പഠിപ്പിക്കുക ആ ഒരു ഇതിലും കൂടെ ആയതുകൊണ്ട് എപ്പോഴും അവർ ഓപ്പോസിറ്റ് നമ്മൾ കേൾക്കുന്നവർക്ക് മനസ്സിലാവണം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അല്ലാതെ വേറൊന്നുമല്ല, അതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫേസ് മാസ്ക് മനസ്സിലായല്ലോ. ഇതിൻ്റെ കൂടെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എന്ത് മാസ്കോ എന്ത് ഹോം മെയ്ഡായിട്ട് എല്ലാം ചെയ്യാം, നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ ചെയ്യാതെ നമ്മൾ ഇങ്ങനത്തെ പാക്കുകൾ മാത്രം ഇട്ടിട്ട് കാര്യമില്ല. കറക്റ്റായിട്ട് മോർണിംഗ് ആൻഡ് ഈവനിങ് സ്കിൻ കെയർ ചെയ്യുക. നിങ്ങളുടെ ഏജ് അനുസരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ, സ്കിന്നിൻ്റെ പ്രശ്നം അനുസരിച്ചിട്ടുള്ള ഒരു CTM നിങ്ങൾ കറക്റ്റ് ചെയ്തിരിക്കണം. സ്കിൻ കെയർ ചെയ്തേ പറ്റൂ. അതില്ലാതെ നമ്മൾ എന്ത് പാക്ക് മാത്രം ഇട്ടു, അല്ലെങ്കിൽ ഞാൻ കുറേ പാക്കുകൾ ഇട്ടു ആ സമയത്ത് എനിക്കൊരു റിസൾട്ട് ഉണ്ട് പിന്നെ എനിക്ക് ഉണ്ടാവുന്നില്ല എന്ന് പലവരും ചിന്തിക്കാറുണ്ട്. അതിൻ്റെ റീസൺ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എന്ത് ക്രീം ഉപയോഗിക്കണം, എന്താണ് സ്കിൻ കെയർ എന്ന് പോലും അറിയാത്തത് കൊണ്ടാണ്. എത്ര പ്രായമായാലും നമ്മളുടെ സ്കിന്നിൽ ഒരു റിങ്കിൾസോ ഒന്നും വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റായിട്ട് നമ്മളുടെ CTM ചെയ്തു പോവുക, നമ്മളുടെ സ്കിൻ കെയർ ചെയ്തു പോവുക. സ്കിൻ കെയർ എന്താണെന്നുള്ളതോ എങ്ങനെ ചെയ്യണം എന്നുള്ള അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. 3 മാസത്തെ നമ്മളുടെ പേഴ്സണൽ ഗൈഡൻസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിലുള്ള എല്ലാ പ്രശ്നവും ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്ക് ലൈഫ് ടൈമിലേക്ക് ഒരു ഹെൽത്തി സ്കിന്നും ക്ലിയർ സ്കിൻ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അത് 60 വയസ്സിലോ 70 വയസ്സിലോ എൻ്റെ അടുത്ത് ജോയിൻ ചെയ്യാട്ടോ, ഒരു കുഴപ്പമില്ല. ഏജ് ഇത്ര ആയല്ലോ ഇനി ചെയ്യാൻ പറ്റും, അങ്ങനത്തെ വിഷമം വേണ്ട. അതുപോലെ സ്കിൻ മെച്ചോർഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. മെച്ചോർഡ് സ്കിന്നായി കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്കിന്നിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് ഏതാണ് എനിക്ക് വേണ്ട ക്ലെൻസർ, എനിക്ക് വേണ്ട ഫേസ് വാഷ്, എനിക്ക് വേണ്ട ടോണർ, എന്താണ് എൻ്റെ സ്കിന്നിനനുസരിച്ചുള്ള മോയ്സ്ചറൈസർ, ഇതൊന്നും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അത് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പല രീതിയിലുള്ള പ്രൊഡക്റ്റുകളും നമ്മൾ മേടിച്ച് യൂസ് ചെയ്യുന്നത് ഇല്ലേ. നമുക്കിത് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണല്ലോ ഓരോ പരസ്യം കാണുന്ന ഓരോരോ പ്രൊഡക്റ്റുകൾ മേടിക്കുന്നു. അത് ഉപയോഗിച്ച് നമുക്ക് പണി കിട്ടുമ്പോൾ നമ്മൾ അടുത്തതിലേക്ക് മാറും. ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു അവസാനം വേണം അല്ലേ. കറക്റ്റ് ഞാൻ എന്താണ്, എൻ്റെ സ്കിൻ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ കൂടെ സപ്പോർട്ട് ചെയ്യും. 3 മാസത്തെ നമ്മളുടെ പേഴ്സണൽ ഗൈഡൻസിലൂടെ നിങ്ങളുടെ സ്കിന്നിലുള്ള എല്ലാ പ്രശ്നവും ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മളുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ആദ്യം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് സ്കിന്നിൻ്റെ എന്തൊക്കെ ഡാമേജസ് ഉണ്ടോ അതെല്ലാം ക്ലിയർ ചെയ്ത് ഒരു ഹെൽത്തി സ്കിന്നാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ പ്രശ്നങ്ങൾ ഈവൻ പിഗ്മെൻറ്റേഷൻ ആയിക്കോട്ടെ ബാക്കി എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് വരാൻ പറ്റും.
അത് ലൈഫ് ടൈമിലേക്ക് പിന്നീട് നമുക്ക് വരാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും കേട്ടോ. ആ രീതിയിലാണ് ഞാൻ ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. 5000 റുപ്പീസ് നമുക്ക് ഫീസ് വരുന്നുണ്ട് കേട്ടോ 3 മാസത്തേക്ക്. കാരണം വെറുതെ ആണെന്ന് വിചാരിച്ച് പെട്ടെന്ന് നിങ്ങൾ ചെയ്യേണ്ട. നമ്മൾ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും, അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്നെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കാരണം നമുക്ക് വേണ്ടിയും കൂടെ കുറച്ച് നാൾ ജീവിക്കണം എന്നും കൂടി ആഗ്രഹിക്കൂ. എപ്പോഴും നമ്മൾ കുറേ ആയില്ലേ നമ്മളെല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നത്. നമ്മളുടെ നമുക്ക് നമ്മളെ കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് തോന്നണം അല്ലേ. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ഓക്കെയാണ് എന്നുള്ളൊരു ഫീൽ നമുക്ക് വരണം. അപ്പോൾ എന്തുപയോഗിക്കും, എന്ത് പ്രൊഡക്റ്റ് എനിക്ക് വേണം എന്നൊന്നും അറിയാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ് നമ്മളുടെ ഈ പേഴ്സണൽ ഗൈഡൻസ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഫേസ് മാസ്ക് ഒന്നുകൂടെ പറഞ്ഞു തരണോ? ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇതിനകത്ത് ആദ്യം വേണ്ടത് 1 സ്പൂൺ ഉലുവ എടുക്കുക, പൊടിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ബോയിൽ ചെയ്യുക. 3 to 5 മിനിറ്റ്സ് അതിലൊരു 1/4 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അത് നന്നായിട്ട് 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം മാറ്റി വയ്ക്കുന്നു. അത് നമ്മൾ സ്റ്റെയിൻ ചെയ്തെടുക്കുന്നു. അത് തണുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ 1 സ്പൂൺ അലോവേറ മിക്സ് ചെയ്ത് 1 സ്പൂൺ എടുത്താൽ മതി ഈ വെള്ളം. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ അലോവേറ ആഡ് ചെയ്യുന്നു. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വീണ്ടും നമ്മൾ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. നമുക്കത് നൈറ്റ് ക്രീമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഫേസ് പാക്കായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്താ പറയുക, നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മടിയൊന്നും വേണ്ട, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.